യാതൊരു സംശയമില്ല, മലയാളികളുടെ ആ കൗതുകത്തെ, ആ വിസ്മയത്തെ, ഹൃദയത്തെ ഹൃദ്യസ്ഥമാക്കിയ നായകനെ പ്രണവ് മോഹൻലാലിനെ ക്ഷണിക്കുന്നു ഈ വേദിയിലേക്ക്. ഒപ്പം ഈ ഓഡിയോ ലോഞ്ചിന്റെ ഭാഗമാനായി നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ലാലേട്ടൻ ഒരു സ്പെഷ്യൽ ഓൾ ദി ബെസ്റ്റ് പറഞ്ഞിരിക്കുന്ന വ്യക്തി 15 പാട്ടുകളുമായിട്ട് ഈ വേദിയിൽ നിന്ന് ഏറ്റവും അധികം നിറഞ്ഞു നിൽക്കുന്നത് ഈ സിനിമയുടെ മ്യൂസിക് ഡയറക്ടറാണ് ഹിഷാം അബ്ദുൽ വഹാബ്. ഒപ്പം മലയാളികളുടെ ചൊല്ലി ഇപ്പോൾ ഈണമായി വിരിഞ്ഞ ദർശന. ഒപ്പം ഈ പ്രോഗ്രാമിനെ ഇത്രയും ഗംഭീരമാക്കി നമുക്ക് മുൻപിൽ അവതരിപ്പിക്കാൻ വേണ്ടി നമുക്ക് ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്ത ജെയിൻ യൂണിവേഴ്സിറ്റി ഡയറക്ടർ ടോം ജോസഫ്, അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ ലാലേട്ടൻ ഇന്നിങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്ക് ലാലേട്ടന്റെ ഇത്രയും തിരക്കുള്ള ഷെഡ്യൂളിന്റെ സമയത്ത് നമുക്ക് ലാലേട്ടൻ അല്പസമയമെങ്കിലും കിട്ടുമോ എന്നൊരു സംശയമുണ്ടായിരുന്നു. പക്ഷെ ലാലേട്ടൻ വരും, അത് എനിക്ക് പറയാൻ കഴിയൂ എന്ന് പറഞ്ഞ ആന്റണി പെരുമ്പാവൂർ അനുജട. നമ്മളെല്ലാവരും കാത്തിരുന്ന ഓഡിയോ ലോഞ്ചാണ് ഇനി. തിങ് മ്യൂസിക്കിന്റെ മഹേഷ്. നല്ലൊരു കൈകളോടുകൂടി നമുക്ക് ഈ ഓഡിയോ ലോഞ്ചിലേക്ക് വഴി തുറക്കാം. ഓഡിയോ ലോഞ്ചിന്റെ ഭാഗമായി ആദ്യം ഓഡിയോ സീഡിയാണ് നമ്മൾ ഇപ്പോൾ പ്രകാശനം ചെയ്തത്. ഓഡിയോ സീഡി നൽകുന്നതിന് വേണ്ടി വിശാഖിനെ ക്ഷണിക്കുന്നു. ഹൃദയം സിനിമയുടെ നിർമ്മാതാവ് വിശാഖ് ഇപ്പോൾ ലാലേട്ടന് ഓഡിയോ സീഡി നൽകി നമ്മൾ ഈ ഓഡിയോ ലോഞ്ച് ആരംഭിക്കുകയാണ്. നമ്മുടെ ജനറേഷനുള്ള ആൾക്കാർക്കും ഒക്കെ ഈ അടുത്ത കാലത്ത് നമ്മൾ ഇങ്ങനെ കുറച്ച് സീൻസ് ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ കാണാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു പ്രകാശനം, അതൊരു കുഞ്ഞ് കാസറ്റിന്റെ പ്രകാശനമാണ്. ആ പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി ലാലേട്ടനെയും വിനീത് ശ്രീനിവാസനെയും ക്ഷണിക്കുന്നു. വിനീതേട്ടൻ ലാലേട്ടൻ നൽകി ഇപ്പോൾ ആ കുഞ്ഞ് കാസറ്റ് നമ്മൾ കുറെ കാലമായി നമ്മുടെ കണ്ണിൽ പെട്ടിട്ടില്ലാത്ത, നമുക്ക് കണ്ടിട്ട് കൊതി തീർന്നിട്ടില്ലാത്ത, നമ്മുടെ ഓർമ്മകളിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുപോകുന്ന ഹൃദയത്തിന്റെ ഓഡിയോ കാസറ്റ്. തീർച്ചയായിട്ടും മലയാള സിനിമ സംഗീത ശാഖയ്ക്ക് ഇതൊരു പുതിയ ഉണർവായിരിക്കും. നമ്മുടെയൊക്കെ ഓർമ്മകളെ തൊട്ടുണർത്തുന്ന ഹൃദയത്തിന്റെ ഓഡിയോ കാസറ്റ്. ഇത് കാണുമ്പോൾ വളരെ ചെറുതാണ്, പക്ഷെ ഈ ഒരു ചെറിയ കാസറ്റിന് വേണ്ടിയിട്ട് അധ്വാനിച്ചവരുടെ അധ്വാനമാണ് ഈ ചെറിയ കാസറ്റ്. അവർക്കൊരു വലിയ കയ്യടി തീർച്ചയായിട്ടും അർഹിക്കുന്നുണ്ട്. കുറെ വർഷങ്ങൾക്ക് ശേഷം ഒരു കാസറ്റ് നമ്മുടെ കൈകളിലേക്ക് തിരികെ എത്തുകയാണ് ഹൃദയം എന്ന സിനിമയിലൂടെ. ഒരു കാസറ്റിൽ പാട്ട് കേട്ടിട്ട് എത്ര കാലമായി? ആരെങ്കിലും കയ്യിലുണ്ടോ ഇപ്പോഴും ഒരു റെക്കോർഡ് പ്ലെയർ, ഒരു ടേപ്പ് റെക്കോർഡർ? എനിക്കൊക്കെ ഓർമ്മയുള്ള സമയമുണ്ട്, വീട്ടില് ആർക്കെങ്കിലും ശമ്പളം കിട്ടുന്ന സമയത്ത് ശമ്പളത്തിന്റെ കൂടെ വാങ്ങിച്ചു കൊണ്ടുവരുന്ന സാധനങ്ങളുടെ കൂട്ടത്തില് ഒരു കുഞ്ഞു ഓഡിയോ കാസറ്റ് ഉണ്ടാവും. അതിന്റെ റാപ്പർ തുറന്ന് നമ്മുടെ റെക്കോർഡർ തുറന്ന് അത് അകത്തേക്കിട്ട് കിടക്ക് എന്ന് പറഞ്ഞ് അടച്ചിട്ട് പ്ലേ ബട്ടൺ അമർത്തി കഴിയുമ്പോൾ ടേപ്പ് റെക്കോർഡറിന്റെ അകത്തുനിന്ന് ടേപ്പ് റെക്കോർഡർ ശ്വാസം കൊടുക്കുന്ന പോലത്തെ ഒരു ചെറിയ നോയ്സ് കേൾക്കും. അപ്പോഴാണ് ടേപ്പ് റെക്കോർഡർ പാടി തുടങ്ങുക. നമുക്കത് കാണണ്ടേ, നമുക്കത് കേൾക്കണ്ടേ?
അങ്ങനെയാണെങ്കിൽ ഏറ്റവും ആദ്യം ടേപ്പ് റെക്കോർഡർ വരട്ടെ. വലിഞ്ഞുപോയ കാസറ്റിന്റെ വള്ളികളൊക്കെ തെങ്ങിന്റെ മേലേം കൂടി ഇട്ടിട്ട് കാക്കേനെ ഓടിച്ച തലമുറയാണ് നമ്മൾ പിന്നെ ആ കാസറ്റും ആ വള്ളിയും ആ ടേപ്പ് റെക്കോർഡറും ഒക്കെ എവിടെയോ ഉപേക്ഷിച്ചു പോയി. പക്ഷെ അത് ഒരിക്കൽ കൂടി പുനർജനിക്കുകയാണ് ഹൃദയം എന്ന സിനിമയിലൂടെ. ഇത് തീർച്ചയായിട്ടും ഒരു ധന്യ മുഹൂർത്താണ്. വിനീതേട്ടന്റെ അമ്മ പ്ലീസ് വിമലാൻറ്റിയെ നല്ലൊരു കയ്യടിയോട് കൂടിയിട്ട് നമുക്ക് ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. യെസ്, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ കാസറ്റ് തുറന്നു, അത് അകത്തിട്ടു. ഇനി പ്ലേ ബട്ടൺ അമർത്താനുള്ള സമയമാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ ഭാഗമായിരുന്ന ഓഡിയോ കാസറ്റുകൾ ഏതാണ്ട് ഒരു 10 പതിറ്റാണ്ടിന് മുൻപ് വളരെ പെട്ടെന്ന് കാണാതായി. MP3, USB, ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിന്റെ കടന്നുവരവ് ഇതിനെ ഒന്നും ചേർത്ത് നിൽക്കാൻ കാസറ്റുകൾക്ക് സാധിച്ചില്ല. ഓഡിയോ കാസറ്റിന്റെ വിൽപ്പന പൂർണ്ണമായും നിലച്ചു. സംഗീതത്തിന്റെ മാസ്മരിക ലോകത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയ പല കാലഘട്ടങ്ങളുടെയും വികാരമായിരുന്ന ടേപ്പ് റെക്കോർഡറുകൾ തട്ടുംപുറത്ത് പൊടിപിടിച്ച് കിടക്കുന്ന അവസ്ഥയിലായി. പക്ഷേ അനലോഗിന്റെ ക്വാളിറ്റി ഇഷ്ടപ്പെടുന്ന ചിലർ ഈ ടേപ്പ് റെക്കോർഡറുകളും പഴയ കാസറ്റുകളും പൊന്നുപോലെ സൂക്ഷിച്ചു. ഇത് അവർക്കുള്ള ഞങ്ങളുടെ സമ്മാനമാണ്. മനോഹരമായ ഭൂതകാലത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണ് ഹൃദയം. Santosh and we were discussing that we usually discuss next time the film பண்ணலாம்னும் போது we saw that Hridayam handwritten post that was shared on Instagram. So the part உடனே we knew that it was going to be something very special, and the moment we saw that we both shared it. நான் சந்தோஷ் ஷேர் பண்ணேன், சந்தோஷ் உடனே எனக்கு ஷேர் பண்ணி he said we should definitely do this film. At that point we weren't even active on the Malayalam front. But we kind of knew that this film was going to be very special, and from that moment onwards, everything about Hridayam was very, very special. Especially, thank you, brother, thank you. Every single thing that Vineet has given the scope for us to ideate creatively. That where at the Pathlane, we kind of very we were like we travel with them, so we are very proud. And every single thing about this film will be timeless in terms of the music. Isham's work with regards to all the songs, it is the first time. There are certain things and moments in life we do never forget. Now the first of the listening session and the 15 songs our week like and the feel, it was Rahman, like basically it took us to another universe. So that moment will be very, very special. And Hridayam it was a learning experience completely. We need search for perfection in every single thing, the detailing and every single thing that you did. That we learned a lot from you, from Sitara, from Visham, from Vishak. So thank you guys, thank you. We are proud to be part of this film, and we would like to say that we are back with Hridayam in the Malayalam industry. So thank you, thank you.